മലയാളത്തിന്റെ ചിരിമരുന്ന് സലീം കുമാറിന് കണ്ണീരോടെ വിട നൽകാൻ ജന്മനാട്. മൃതദേഹം പറവൂർ ടൗൺ ഹാളിലാണുള്ളത്. ആദരമർപ്പിക്കാൻ സഹപ്രവർത്തകരും ആരാധകരുമൊക്കെ ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ സമയം 12 മണിയായിരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് പൊതുദർശനം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ സംസ്കാരം 3 മണിക്ക് വീട്ടുവളപ്പിലാണ് നടക്കുക. പൂർണ്ണമായും സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. മതപരമായിട്ടുള്ള ഒരു ചടങ്ങും ഉണ്ടാകില്ല. അതൊന്നും തന്നെ ഉണ്ടാകരുത്, വേണ്ട തനിക്ക് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് സംസ്കാരം. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, സമയം 12 മണിയായിട്ടുണ്ട്. 1 മണിവരെ എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം പൊതുദർശനത്തിനുള്ളത്. ഇപ്പോൾ ആളുകളിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണോ? നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമോ? അക്ഷയ, ഇപ്പോഴും നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂർ ടൗൺ ഹാൾ പരിസരമാകെ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ഈ നാട്ടുകാരടക്കം നിരവധി പേർ, സിനിമാ പ്രവർത്തകരടക്കം നിരവധി പേർ ഇവിടേക്ക് സലീം കുമാറിനെ ഒരു നോക്ക് കാണുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ പറവൂർ ടൗൺ ഹാളിൽ കാണാൻ കഴിയുന്നത്. ഏകദേശം 1 മണി വരെ, അല്ലെങ്കിൽ 1 മണിയിലധികം ഈ പൊതുദർശനം നീളാനാണ് സാധ്യത. ഇപ്പോഴും പുറത്ത് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്. കനത്ത മഴയ്ക്കിടയിലും അവർ അവരുടെ പ്രിയപ്പെട്ട ആ താരത്തെ, സലീം കുമാറിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ എത്തി അന്ത്യോപചാരം വെച്ച് ഇവിടെ നിന്ന് മടങ്ങുക ഉണ്ടായി. മറ്റ് പല രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രമുഖരടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമാ പ്രവർത്തകരും മറ്റ് താരങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. കൂടാതെ മറ്റ് നാട്ടുകാരടക്കം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്. അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു സലീം കുമാർ എന്നതാണ് അതിലൂടെയൊക്കെ തന്നെ വ്യക്തമാകുന്ന കാര്യം. അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകൾ ആണ് ഇവിടെ പ്രകടമാകുന്നത്. അത്തരത്തിൽ ആ കാഴ്ചകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട, അദ്ദേഹത്തിൻ്റെ വെള്ളിത്തിരയിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങൾ അത്രത്തോളം ആഴത്തിൽ ഏവരിലേക്കും ഇറങ്ങിച്ചെന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാസ്യത്തിന് ഒരു വേറിട്ട ശൈലി തന്നെ അദ്ദേഹം നൽകി. തൻ്റേതായിട്ടുള്ള ശൈലി അദ്ദേഹം പങ്കുവച്ചു. ആ ശൈലി ഏവരും സ്വീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കരുത്തുറ്റ, അല്ലെങ്കിൽ ഗൗരവമേറിയിട്ടുള്ള കഥാപാത്രങ്ങൾ, മറ്റ് കഥാപാത്രങ്ങൾ, അതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലയിൽ തന്നെ അദ്ദേഹം ആ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിലടക്കം, പ്രത്യേകിച്ചും സാമൂഹ്യ വിഷയങ്ങളിലടക്കം അദ്ദേഹം സജീവമായി ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രതിഫലനം തന്നെയാണ് അന്ത്യയാത്രയിൽ നിരവധി പേർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുന്ന ആ കാഴ്ച. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയാണ് പറവൂർ. ചിറ്റാറ്റുകരയിൽ 969 അദ്ദേഹം ജനിക്കുന്നത്. പറവൂരിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. സമയം 12 മണി കടന്നിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളൊക്കെയും ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ തന്നെയുണ്ട്, അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട്. അവസാന നിമിഷം അത്രയും നേരവും അദ്ദേഹത്തിനൊപ്പം തന്നെ അവരൊക്കെ ഇരിക്കുന്നു. ചന്തു, മകനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്.